ബിഷപ്പ് ഹൗസിൽ ഒരു വിഭാഗം വിശ്വാസികളുടെ പ്രതിഷേധം തുടരുന്നു. വൈദികരെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യവുമായി ഉറച്ചു നിൽക്കുകയാണ് പ്രതിഷേധക്കാർ. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമുണ്ടായി. ലിഡിയുണ്ട് വിവരങ്ങൾ പങ്കുവെക്കാനായി. ലിഡിയ, എന്താണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? അജി, സമരക്കാരെ വിശ്വാസികളെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള വൈദികരെ അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു വൈദികരുണ്ടായിരുന്നത്. 21 വൈദികർക്കെതിരെയായിരുന്നു മുൻപ് നടപടി എടുത്തിരുന്നത്. അവരെ അറസ്റ്റ് ചെയ്യണം, അവരെ മാത്രമല്ല കൂടെയുള്ള ബാക്കിയുള്ള വൈദികരെയും അറസ്റ്റ് ചെയ്യണം എന്നുള്ള നിലപാടിലാണ് സമരക്കാർ ഉള്ളത്. അത് സംഭവിക്കാത്തത് അല്ലെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്താത്തതിൽ പ്രതിഷേധിച്ചാണ് ഇപ്പോൾ വീണ്ടും ഒരു സംഘർഷത്തിലേക്ക് പ്രതിഷേധക്കാർ കടക്കുന്നത്. ബാരിക്കേഡുകൾ പ്രതിഷേധക്കാർ തള്ളി മാറ്റാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അതിൽ ഒരാൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ചെറിയ രീതിയിലുള്ള വാക്കേറ്റം ഉണ്ടാവുകയും അതിൽ ബാരിക്കേഡ് കടക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ വിശ്വാസികളിൽ ഒരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിൽ ഈ അറസ്റ്റ് ചെയ്യണം, അറസ്റ്റ് രേഖപ്പെടുത്തണം, 100ഓളം വൈദികരെ അറസ്റ്റ് ചെയ്യണം എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് നിലവിൽ പ്രതിഷേധക്കാർ. 21 വൈദികർക്കെതിരെയുള്ള നടപടി മാത്രമല്ല, ഇവർക്കെതിരെയും നടപടി വേണം. അത്തരത്തിൽ അറസ്റ്റ് വരിക്കാൻ താങ്കൾ തയ്യാറാണ് എന്ന് ആണ് അറിയിച്ചിരിക്കുന്നത്. അല്ലാതെ ഈ പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് പോകില്ല എന്ന നിലപാടിലാണ്. അതിൽ പ്രതിഷേധിച്ചാണ് ബാരിക്കേഡുകൾ തകർക്കാൻ ശ്രമിക്കുകയും ഉള്ളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. അതിൽ കുറച്ച് വൈദികർ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് രാവിലെ പരിക്കേറ്റ പോലീസിന്റെ നടപടിയിൽ പരിക്കേറ്റ വൈദികരടക്കം ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മറ്റുള്ള എല്ലാവരും നിലവിൽ പുറത്ത് പ്രതിഷേധിക്കുകയാണ്. ഇത്തരത്തിൽ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല, 100ഓളം വരെ അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനാണ് ഇവർ തീരുമാനിച്ചിരിക്കുന്നത്. ഈ സമവായ ശ്രമങ്ങൾ ഏതെങ്കിലും ഇപ്പോൾ ഉണ്ടായിട്ടുണ്ടോ, പ്രത്യേകിച്ച് സഭയുടെ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പോലീസിന്റെ ഭാഗത്ത് നിന്ന്? കുറച്ച് മുമ്പ്, അതായത് ഏകദേശം ഒരു 4 മണിയോടെ സമവായ ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. എന്നാൽ അത് ഫലം കണ്ടിരുന്നില്ല. ADM-ഉം ഒപ്പം പോലീസ് ഇതിൽ സമവായ ശ്രമം നടത്തിയിരുന്നെങ്കിലും അത് ഫലം കണ്ടിരുന്നില്ല. അതിനെ തുടർന്നാണ് പ്രതിഷേധക്കാർ കുറച്ചുകൂടി പ്രതിഷേധം കടുപ്പിച്ചത്. എന്നാൽ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാൻസിൽ നിന്ന് ബോസ്കോ പുത്തൂരിനെ മാറ്റിയതോടെ പ്രതിഷേധം തണുത്തിട്ടുണ്ടായിരുന്നുണ്ട്. ഇപ്പോഴും ആളുകൾ ആ ഒരു വിജയാഹ്ലാദത്തിൽ തന്നെയാണ്. മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി ജോസഫ് പാബ്ലാനിൽ വരുന്നതോടെ ഈ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു തലത്തിലേക്ക് രണ്ടു കൂട്ടർക്കും സ്വാധീനിക്കാൻ, അല്ലെങ്കിൽ രണ്ടു കൂട്ടരിലും സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ് ജോസഫ് പാബ്ലാനിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടർക്കും സ്വീകാര്യമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. ആദ്യമേ തന്നെ ഔദ്യോഗിക വിഭാഗത്തിനെ പുറത്താക്കിയതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ ഒരു വിജയത്തിലേക്ക് ഇവർ പോയിരുന്നു, ഒരു വിജയാഘാതത്തിലേക്ക് പോയിരുന്നു. ആ ഒരു തീരുമാനം വന്നതോടെ ഇവരുടെ ആവശ്യം, അല്ലെങ്കിൽ ഔദ്യോഗിക വിഭാഗത്തെ അംഗീകരിക്കാനാവില്ല, അവരെ പുറത്താക്കണം എന്നുള്ള തരത്തിലുള്ള ആവശ്യം അംഗീകരിക്കപ്പെട്ടു എന്ന് വേണം നമുക്ക് കരുതാൻ. പക്ഷേ പൂർണ്ണമായിട്ടുള്ള ഒരു പ്രശ്ന പരിഹാരത്തിലേക്ക് പോകണമെങ്കിൽ അത് പുതുതായി വരുന്ന മെത്രാപ്പൊലീത്തൻ വികാരി കൂടി തീരുമാനിക്കണം. അവരുടെ മെത്രാപ്പൊലീത്തൻ വികാരിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകളും ചർച്ചകൾക്കൊടുവിലും മാത്രമേ പൂർണ്ണമായിട്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ.